ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. എനിക്ക് ഗിദിയോനെ കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ കൃപ നൽകിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ക്രിസ്തീയ സഹോദരിയിലെ സഹോദരിമാരോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗിദിയോന്റെ സ്വഭാവ സവിശേഷതകളും ഗിദിയോനെക്കുറിച്ചുമൊക്കെ അല്പമായി ചിന്തിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ഇന്ന് ഗിദിയോന്റെ ജീവിതത്തിലെ വലിയൊരു പരാജയം, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുവാനായി പോകുന്നത്. പരാക്രമശാലിയും ഇസ്രയേൽ മക്കളെ മിദ്യാനരിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗിദിയോന്റെ ജീവിതത്തിൽ പരാജയമോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലേ? എന്നാൽ ഈ ധീരയോദ്ധാവിന്റെ വലിയൊരു പരാജയം 8-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായാധിപന്മാർ 8:22 മുതൽ 35 വാക്യങ്ങളിൽ നമ്മൾക്കത് മനസ്സിലാക്കാം. 22ഉം 23ഉം വാക്യം. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, എന്റെ മകനും ആകുകയില്ല, യഹോവ എത്ര നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. മിദ്യാന്യ പടക്കൂട്ടങ്ങളെ 300 പരിമിതമായ സേനയുമായി എതിർത്ത് അവരെ നിർമൂല നാശം വരുത്തി വീരപരിവേഷവുമായി വിജയശ്രീ ലാളിതനായി മടങ്ങി വന്ന ഗിദിയോനോട് ഇസ്രായേൽ ജനം ആവശ്യപ്പെടുകയാണ്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് നീ നിന്റെ മകനും മകന്റെ മകനും ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന്. എന്നാൽ ഈ പ്രലോഭനത്തെ ഗിദിയോൻ വിജയകരമായി അതിജീവിച്ചു. ഗിദിയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, എന്റെ മകനും ആകുകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. യഹോവയാണ് നിങ്ങളുടെ രാജാവ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. വലിയ ഒരു പദവിയാണ് അവർ ഗിദിയോന്റെ മുമ്പിൽ വച്ചത്. നീ രാജാവായിരിക്കുക, നിന്റെ മക്കളും തുടർന്ന് ഇനി ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന്. എന്നാൽ ഈ വലിയ ഒരു പ്രലോഭനത്തെ അതിജീവിക്കുന്ന ഗിദിയോനെ നമ്മൾ കാണുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പല പ്രലോഭനങ്ങളും കടന്നു വരാം. അതിനെയെല്ലാം അതിജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മൾക്ക് കൃപ നൽകട്ടെ. എന്നാൽ ഈ പ്രലോഭനത്തെ അതിജീവിച്ച ഗിദിയോന്റെ ജീവിതത്തിൽ അടുത്ത നിമിഷത്തിൽ വലിയൊരു പരാജയം കടന്നു വരുന്നതായി നമ്മൾ കാണുന്നു. 24 മുതൽ 28 വാക്യങ്ങളിൽ അത് നമ്മൾക്ക് മനസ്സിലാക്കാം. ഗിദിയോൻ അവരോട് ആവശ്യപ്പെടുകയാണ്, കൊള്ളയിൽ കിട്ടിയ പൊൻകടുക്കനുകളും ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മാലകളും എല്ലാം ജനത്തിൽ നിന്ന് സ്വീകരിച്ച് അവ ഉപയോഗിച്ച് ഒരു ഏഫോദ് ഉണ്ടാക്കുന്നു. അത് തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇസ്രായേലെല്ലാം അവിടേക്ക് വന്ന് പരസംഗം ചെയ്തു. ഏഫോദ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, അതവിടെ പ്രതിഷ്ഠിക്കുക കൂടി ചെയ്തു. ജനം ഒരു ആരാധന വസ്തുവായി അതിനെ കണ്ട് ജീവനുള്ള ദൈവത്തെ മറന്ന് അതിന്റെ അടുക്കൽ ചെന്നു. ഇത് ഗിദിയോന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീരുകയാണ്. 2 തെറ്റുകൾ ഗിദിയോൻ ഇവിടെ ചെയ്യുന്നു. ഒന്ന്, മഹാപുരോഹിതന്റെ വിശേഷ വസ്ത്രമായ ഏഫോദ് ഉണ്ടാക്കി. പുറപ്പാട് 28:6 മുതൽ 12 വാക്യങ്ങളിൽ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും ധാരാളം ധരിക്കണമെന്നും ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാപുരോഹിതൻ ധരിക്കേണ്ട വസ്ത്രം ഉണ്ടാക്കി ദൈവം തന്നിൽ ഏൽപ്പിക്കാത്ത ഒരു കാര്യം ഗിദിയോൻ ചെയ്തു. അത് മാത്രമല്ല, അത് തൻ്റെ പട്ടണത്തിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട്, രണ്ടാമതായി ചെയ്ത തെറ്റ്, അത് തൻ്റെ പട്ടണത്തിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ശ്രദ്ധ സർവശക്തനായ യഹോവയിൽ നിന്ന് മാറ്റുവാനായിട്ട് ഗിദിയോൻ മുഖാന്തരം ഇടയായി. 34-35 വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ വീണ്ടും ബാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും തങ്ങളെ സകല ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദിയോന്റെ കുടുംബത്തോടും അവർ ദയ കാണിച്ചില്ല. നോക്കുക, ഗിദിയോൻ ചെയ്ത ഈ കാരണം മുഖാന്തരം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവത്തെ മറന്നു കളയുവാനായിട്ട് ഇടയായി. ഇതാണ് ഗിദിയോനും കുടുംബത്തിനും ഒരു കെണിയായി തീരുവാനായിട്ട് ഇടയായി. തങ്ങളെ ഏൽപ്പിക്കാത്ത ഒരു കാര്യം, ദൈവം നമ്മളെ ഏൽപ്പിക്കാത്ത ഒരു കാര്യവും ചെയ്യുവാനായിട്ട് ഒരിക്കലും നമ്മൾ മുതിരരുത്. അത് നമ്മൾക്ക് തുടർന്ന് ദോഷമായി, നമ്മൾക്ക് മാത്രമല്ല തുടർന്ന് നമ്മളുടെ മറ്റുള്ളവർക്കും കൂടി അത് ദോഷമായി തീരുവാനായിട്ട് ഇടയാവരും. ഗിദിയോന്റെ സ്വഭാവ ശ്രേഷ്ഠത നമുക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പരാജയം
നമുക്കൊരു ബുദ്ധി ഉപദേശമായി ഇരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പരാജയപ്പെടാം. സാധ്യതകൾ എവിടെയും മറഞ്ഞിരിക്കുന്നുണ്ട്. പ്രിയ സഹോദരിമാരെ, ഗിദെയോന്റെ സ്വഭാവശ്രേഷ്ഠത നമുക്ക് പിൻപറ്റുവാൻ ഏറ്റവും യോഗ്യമാണ്. എന്നാൽ പരാജയം അത് നമ്മൾക്കൊരു ഭയനിർദ്ദേശമാണ്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി 4:7. പാപം നമ്മളെ ഒരിക്കലും കീഴടക്കുവാനായിട്ട് അനുവദിക്കരുത്. അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നേറണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരിമാരെ, നമ്മൾക്ക് സൂക്ഷ്മതയോടെ നമ്മുടെ ഈ പ്രയാണം മുന്നേറുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ ആവശ്യമാണ്. ഗിദെയോന്റെ നല്ല സവിശേഷതകൾ പിൻപറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ആ പരാജയം അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്ന സഹോദരിമാരുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വമെടുക്കട്ടെ.